പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവർ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സട്ടകുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഡൈവേഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡൈവേഴ്സിൽ അകപ്പെട്ട് ഒരു വെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവൊന്നും നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവികമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ച് കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ദൈവിക ഉപായങ്ങളാൽ അവരെ അഭിഷേകം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർന്ന കുടുംബങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവർ, ഇവിടുന്ന് പണം അയച്ചു കൊടുത്തുകൊണ്ട് ജീവിതം അന്യനാട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, അവിടെ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, അവിടെ തന്നെ താമസിക്കുന്നവർക്ക് പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബജീവിതമില്ലാതെ വിഷമിക്കുന്നവർ, ഒഴുക്കിനത്തൊഴുകിയപ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ പകച്ചു നിൽക്കുന്നവരെ അവർക്കെല്ലാം പുതിയ വഴികളാൽ അനുഗ്രഹിക്കപ്പെടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ വഴികൾ എല്ലാ മക്കൾക്കും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളായ അമ്മമാർ, ഗർഭാവസ്ഥയിൽ രോഗാതുരമായ കുഞ്ഞുങ്ങളെ ഓർത്ത് നെഞ്ചുപൊട്ടി വേദനിക്കുന്നവർ, അവരുടെ ഗർഭവയറിലെ കർത്താവ് നിന്നെ തിരുമുറുവാനും വലത് കരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലെ കർത്താവ് നേരത്തെ ഡെലിവറി ആയിപ്പോകുന്ന സാധ്യതയുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ ഗർഭദശ ഒട്ടിസം ഉള്ളവർ, പലതരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ വരാത്തവർ, കുഞ്ഞുങ്ങൾ ഗർഭവാസ തൂക്കമില്ലാത്തവർ, വളർച്ചയില്ലാത്തവർ, ശ്വാസനാളികളിലെ കുഴപ്പമുള്ളവർ, അമ്മ ശ്വസിക്കുന്ന കൊണ്ട് മാത്രം വയറ്റിൽ കിടന്ന് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, അപകട മേഖലയുള്ളവർ, ജീവൻ അപായപ്പെടുന്ന അവസ്ഥ ഉള്ളവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ഗർഭിണികൾ വയറിനെ സ്പർശിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ എല്ലാ അമ്മമാരെയും ഈ ആരാധനയുടെ യോഗ്യതയാൽ ഈ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും അച്ഛനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എന്നെ സമർപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധമായ വലത് കരത്താൽ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവസ്ഥകളും ആത്മാവിൽ എന്നെ കാണിച്ചു തരണമേ കർത്താവേ. കർത്താവേ, ഒരു അറ്റാക്ക് കഴിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ അന്താളിപ്പുമായി ജീവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്, ഭാര്യ എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ പുരും എന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്ന രോഗികളെ ഇപ്പോഴ് അമ്മ മാതാവ് ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷങ്ങളുടെ സത്യത്താൽ
ഈശോയുടെ ശക്തി ആ കുടുംബങ്ങളിൽ, തകർന്നുപോയ കുടുംബങ്ങളിൽ, മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തികളിൽ യേശുവിൻ്റെ ശക്തി നിവേശിക്കട്ടെ. യേശുവിൻ്റെ ശക്തി കിഡ്നി രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നവർ, അവരെല്ലാം സ്പർശിക്കണമേ. അവരുടെ കിഡ്നികളെ ഈ നിമിഷം പൂർവാവസ്ഥയിൽ ആരോഗ്യത്തോടെ കൊണ്ടുവരണമേ. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, മുതുകിന് വേദനയുള്ളവർ, ഹൃദയത്തിന് തകർച്ചയുള്ളവർ, മുറിവുകളുള്ളവർ, പല പ്രാവശ്യത്തിലുള്ള ശ്വാസം മുട്ടലുള്ളവർ, ആന്തരികമായ ബ്ലോക്കുകളുള്ളവർ, അവരെല്ലാവരെയും സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന, പതിരയിൽ രക്തോട്ടമില്ലാത്തവർ, പതിരയിൽ ഔഷധം സ്വീകരിക്കാത്ത പതിരകൾ, ഔഷധം സ്വീകരിക്കാത്ത ശ്വാസകോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. അടിപ്പിടർ പോലെ കാലം പോലെ ദൈവികമായ ശക്തി, മാരക രോഗങ്ങൾ, വേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കളയോർത്ത് വേവരാതി കൊള്ളുന്ന 10,000-കണക്കിന് അമ്മമാരുണ്ട്. അതിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട്. അവർക്ക് പലർക്കും അറിയാം ഈ കുഞ്ഞി സുഖമാകത്തില്ലെന്ന്. പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട്, ഉടമ്പടിയിൽ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ആ കുഞ്ഞുങ്ങളെ ചുമന്നാണ് കൃപാസ്ഥാനത്താരെ വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തോന്നിനാ കല്യാണം കഴിച്ചത്? എന്ത് വികലമായ നിമിഷത്തിലാണ് എനിക്ക് ആ പൊട്ടത്തരം തോന്നിയത്. ജീവിതത്തെ ശപിച്ച് കഴിയുന്നവരുണ്ട്. ഭർത്താക്കന്മാരുടെ തോന്നിവാസവും രഹസ്യമായ ജീവിതവും ഭാര്യമാരുടെ തട്ടിപ്പ് ജീവിതവും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവരെ പുരുഷന്മാരുണ്ട്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സും ശരീരവും ആത്മാവും തളർന്നു പോയവരുടെ മേൽ കർത്താവിൻ്റെ കൃപ മഴ പോലെ ചൊരിയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടി, അവർ ജീവൻ പ്രാപിക്കാൻ വേണ്ടി, അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ശരീരം മുഴുവനും ഊത്തലുള്ളവര്, സോറിയാസിൻ്റെ അസുഖമുള്ളവര്, വെള്ളപ്പാണ്ടുള്ളവര്, ത്വക്ക് രോഗികള്, തലയിൽ താരനും ചിരങ്ങും ചൊറിയും മാറാതിരിക്കുന്നവർ, ഉറക്കം വരാത്തവർ, ശരീരം ചൊറിഞ്ഞും മാന്തിയും ജോബിനെ പോലെ ഇരിക്കുന്നവർ, കിടന്നാൽ ഉറക്കം വരാത്തവർ, ഇരുന്നാൽ ഉറക്കം വരാത്തവർ, ശ്വാസം മുട്ടുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തുള്ളംകാലം മുതൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം, രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ രക്തത്താൽ അവർ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഓ ദിവ്യകാരുണ്യമേ, അസ്ഥിരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹന അപകടത്തിൻ്റെ പേരിൽ അസ്ഥികൾ നുറുങ്ങിപ്പോയവര്, ആശുപത്രിയിലോ വീട്ടിലോ കർത്താവേ പരാശ്രയത്തോടെ മലമൂത്രങ്ങളെല്ലാം കട്ടിലായിരിക്കുന്നവർ, ഒരു സഹായം പോലും ഇല്ലാതെ വിധത്തിൽ അവിടെ മുഴുവനും മലമൂത്രത്തെ മണം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ജീവിതം ദുർഗന്ധമായി തീർന്നവരെ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി രോഗിയും വീട്ടുകാരും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ, കർത്താവേ നിൻ്റെ മലാഖമാരപ്പം ആ മുറികളിലേക്ക്, രോഗികളുടെ മുറികളിലേക്ക് വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അകൃത്യങ്ങളും അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മശക്തിയാൽ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ ആ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹത്ത് വരാത്തവർ, മക്കളില്ലാത്തവർ, വഴിയില്ലാത്തവർ, വാടക താമസിക്കുന്നവർ,
വാടകയ്ക്കിറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, വാടക കൊടുക്കുമ്പോൾ പണമില്ലാത്തവർ, എല്ലാവരുടെ മേലും ഉടമ്പടിയുടെ പ്രകാരം ദൈവത്തിൻ്റെ കരുണ വാഗ്ദാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, എല്ലാ ദുരിതങ്ങളെയും ഞാൻ ആഗ്രഹയുടെ യോഗ്യതയാൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നല്ല ശതമാനം മാർക്കുകളുണ്ട്. മാർക്ക് കുറഞ്ഞു പോയ കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ട്. അവിടെ വിദ്യാഭ്യാസം കുറച്ചു പോയോ, ഇനി അതിനുള്ള മാർഗമില്ലേ, ഞങ്ങളെ പഠിപ്പിക്കുമോ? മാതാപിതാക്കന്മാർക്ക് പഠിപ്പിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട്. അവിടെ മാതാപിതാക്കന്മാർ നൊമ്പരപ്പെടുന്നുണ്ട്. ഹയറായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്തിരിക്കുന്നവരുണ്ട്. അവിടെ വരെല്ലാം ദൈവം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ സഞ്ചരിക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് പറഞ്ഞ സത്യ ദൈവം ആ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും ജീവിതത്തിൻ്റെ പുതിയ വഴികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതിക്കട്ടെ. വിദേശത്തും ജയിലിൽ കിടക്കുന്നവരും കേസുള്ളവരുമുണ്ട്. ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്തവരുണ്ട്. മനസ്സിലവർക്ക് അനുതാപമുണ്ട്. അബദ്ധം പറ്റിപ്പോയതാണ്, ഇനിയൊരു ജീവിതം കിട്ടിയ ദൈവമേ ഒരിക്കലും ഇങ്ങനെ ആ പാപത്തിൻ്റെ തെറ്റിൻ്റെ വഴികൾ നടക്കത്തില്ല. അങ്ങനെ അനുതാപമുള്ളവർക്കെല്ലാം അതിൽ നിന്ന് മോചനം കിട്ടാൻ പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ തിരുസരി സമർപ്പിച്ചുകൊണ്ട് വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കണ്ണീരോടെ ഓരോരോ കാര്യങ്ങൾ മക്കളെയും ഭർത്താവിനെയും ജീവിത പങ്കാളിയെയും ഒക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് കരയാനും ചങ്കിടിക്കലും വേദന അനുഭവിക്കാനും അല്ലാതെ ഒന്നും കഴിയണില്ല. പക്ഷെ ഉടമ്പടി എടുത്തിട്ടുള്ള സഞ്ചാരി മാതാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയും. തീർച്ചയായിട്ടും വിശ്വാസത്തോടെയാണ് നീ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അവിടെ എത്തിയിരിക്കും. അങ്ങനെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ വിദൂരം അകപ്പെട്ടു പോരനുഭവിക്കുന്ന കണ്ണീര് തുടക്കാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നീളാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ആംഗ്ലീഷിൽ അകപ്പെട്ടിരിക്കുന്നവര് ഉൾപ്പെട്ടിരിക്കുന്നവര് ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവരെ നൊമ്പരത്തിൽ ഇരിക്കുന്നവര് ചില വിഷയങ്ങൾ കാരണം ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ പറ്റാതെ ഇരിക്കുന്നവർ, അവസാന പരീക്ഷയും എഴുതിക്കേണ്ട റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വയസ്സ് കഴിഞ്ഞു പോയവർ, കഴിയാൻ പോകുന്നവർ, ഇനി ഒരു ജീവിതമുണ്ടോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർ, ഒരു ജോലി കിട്ടുമോ എന്ന് അങ്കരാപ്പിൽ വേദനിക്കുന്നവർ, പരിശുദ്ധ അമ്മ അവിടെ കരം ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ സ്തുതിക്കട്ടെ. ലോകം മുഴുവനും വീട് കിട്ടി, എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ദുർന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പല വശത്തു നിന്നും മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മത്തിൽ അഭിമാനത്തോടെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കാൻ കഴിയുമെന്ന് ഓർത്ത് നെടുവീർപ്പിടുന്നവർ, ഒരു വീട് കർത്താവെ ആറ്റക്കുരുവിക്ക് പോലും കർത്താവെ കൂടുകൂട്ടാൻ നീ പ്രതിഭവിലാസങ്ങൾ നൽകി. നിൻ്റെ മക്കൾ നിൻ്റെ ഛായയിലും നിൻ്റെ സാധു സൃഷ്ടിച്ചവർ കർത്താവെ, ഒരു മൃഗങ്ങളെപ്പോലെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. പുറംപോക്കിലും വീടില്ലാതെയും തകരക്കുടലുകളിലും സ്ഥലമില്ലാതെയും എന്ത് കർത്താവ് ഇടിമിന്നലും മഴക്കും പ്രളയത്തിൻ്റെ പേടികളിലും കർത്താവ് ജീവിക്കുന്ന മക്കൾക്ക് സ്വസ്ഥവും സമാധാനവും ശാശ്വതവും സുസ്ഥിരവുമായ വാസസ്ഥലങ്ങൾക്ക് വേണ്ടി ഇടിമിന്നൽ പോലെ സ്തുതിക്കട്ടെ. കർത്താവ് ജീവന ഉപാധികള് വാഹനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വള്ളങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, മറ്റ് പ്രൈവറ്റ് മേഖലകളിലും ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവരുടെ വരുമാനങ്ങൾ അവരുടെ ചെലവുമായി ഒരിക്കലും ടാലിയാകാതെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്.
ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്, അവിടുന്ന് ചാടിയ വേറെ ജോലി കിട്ടാതെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും കണ്ണുനീരുകൾ പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കാൻ വേണ്ടി യേശു നാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെയും ആരാധനയുടെ യോഗ്യതയാൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 30-40 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീ പുരുഷന്മാരെ സമർപ്പിക്കുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റണില്ല. ഈശോയെ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വരുമാനം ഉണ്ടാക്കുന്നവർ ഇവരെ കാണുന്ന മുറുമുറുക്കുന്ന പോലെ കുടുംബങ്ങളുണ്ട് കർത്താവേ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കിയിരിക്കുന്നവരുണ്ട് ഈശോയെ. പലതരത്തിൽ ആത്മസങ്കടം അനുഭവിക്കുന്നവരെ കണ്ണുനീര് കർത്താവ് അമ്മയെ, പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തവർ, ജീവിത പങ്കാളി കിട്ടാത്തവർ, വരുമാന മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ജീവിത പങ്കാളി കിട്ടാതെ ഏകസ്ഥരായി ഇങ്ങനെ ജീവിതം മുന്നേ ഒടുങ്ങിയതുപോലെ തോന്നണവർ, അവരെല്ലാം ഇപ്പോഴും ഈ നിമിഷം അമ്മയെ, പരിശുദ്ധ അമ്മയെ അവിടെ കണ്ണുനീരും വേദനയും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സമാധാനം ജീവിക്കാനുള്ള വകുപ്പുകൾ കർത്താവെ കാണിച്ചു കൊടുക്കണമേ, അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് ജപ്തി നടപടികൾ ഒന്നിനൊന്നായി വരുമ്പോഴും വസ്തു വിൽക്കാൻ പറ്റാത്തവര് ആരെങ്കിലും വന്നൊന്ന് വിറ്റിരുന്നെങ്കിൽ എല്ലാ കടങ്ങളും മാറ്റി ഒരു വീട് വെച്ച് താമസിക്കാമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാമായിരുന്നു. മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പനെയും അമ്മനെയും പട്ടിയുടെ വില പോലും കാണാതെ എപ്പോഴും വിഷമിപ്പിക്കുന്ന കുടുംബങ്ങൾ, എന്ത് വിശ്വാസമാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പൊറുതിമുട്ടി ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങളും പരസ്പരം മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കാതെ കണ്ണീരോടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കർത്താവേ, ആ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലണമേ, അവിടെ വേദനകൾ ഏറ്റെടുക്കണമേ, അവർക്ക് സമാശ്വാസം ഈ നിമിഷം ഈ പ്രാർത്ഥന നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പത്തിയോടെ മുട്ട നീക്കുക. എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർത്ഥാടനಕ್ಕೆ വന്നിരിക്കുന്നവരും തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നവരും ഓൺലൈനിൽ ആരാധന കൂടുന്നവരും നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയം ആരാധനയ്ക്ക് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴീ നിമിഷം, ഈ ആരാധന കൂടുന്ന നിമിഷം, അതെപ്പോഴായാലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സമർപ്പിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ